Hi friends, YouTube tips Malayalam എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ് ചെയ്യുന്നവർക്ക് അതായത് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് സബ് ചെയ്യുമ്പോൾ നമ്മൾ കബളിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം ചെയ്യുക വഴി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വാട്സപ്പ് വഴി നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ വീഡിയോ ഇത്ര വരെ കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ അയക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സത്യസന്ധതയാണ് എന്ന് വിചാരിച്ച് നമുക്ക് അവരുടെ ലിങ്കിൽ പോയി നമ്മൾ വീഡിയോ 2 മിനിറ്റോ അതിൽ കൂടുതലെല്ലാം കണ്ട് അവർക്ക് സബ് ചെയ്യും. കാരണം 2 മിനിറ്റിൽ കൂടുതൽ കണ്ടിട്ട് സബ് ചെയ്യുമ്പോഴാണ് ആ സബ് സ്പാം ആവാതെ അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും 2 മിനിറ്റിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞാലാണ് സ്പാം ആവാതെ നമുക്ക് സബ് കിട്ടുക. അങ്ങനെ സബ് കിട്ടിയാൽ തന്നെയാണ് നമുക്ക് ആ സബ് കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുകയുള്ളൂ, സബ് എണ്ണത്തിൽ പെടുകയുള്ളൂ. അപ്പൊ ചിലവരുടെ സബൊക്കെ ഇപ്പൊ നമുക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു റോക്കറ്റ് പോലെ ഇങ്ങോട്ട് വന്നിട്ട് ലാസ്റ്റ് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ 400 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ചിലപ്പോ 350 ആയിട്ട് 50 സബ്സ്ക്രൈബർ ഒക്കെ കുറയുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ കണ്ടിട്ട് അവർ സബ് ചെയ്തു എന്നുള്ള സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ ഇട്ടുവെന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ടുവെന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്ന എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിക്കുന്നവർ ആ ഒരു വഴി നമുക്ക് അയച്ചു തരുന്ന പിക്ക് സത്യസന്ധമാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുകയല്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ 1000 സബ്സ്ക്രൈബർ ആവണം എന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോ ആ ഒരു രീതി ചെക്ക് ചെയ്യാം. ഇവർ സത്യസന്ധമായി നമ്മുടെ വീഡിയോ ഇത്ര മിനിറ്റ് കണ്ടോ അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സബ് ചെയ്തു എന്നുള്ളത് അവർ സ്ക്രീൻഷോട്ടായി കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെക്ക് ചെയ്ത ശേഷം ആ വ്യക്തിയോട് നമുക്ക് ഒന്നും കൂടി പറയാവുന്നതാണ്, നിങ്ങൾ ഇത്ര മിനിറ്റ് കണ്ടിട്ടില്ല, എന്റെ ഒരു പ്രൂഫ് ഉണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. നമുക്ക് ആ ഒരു സംഭവം സ്ക്രീൻഷോട്ടായി എടുത്തിട്ട് നമുക്ക് അവർക്ക് അയച്ചും കൊടുക്കാം, ഇത്ര മിനിറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പൊ അവർ ഒന്നും കൂടി നമ്മുടെ വീഡിയോ കാണുകയും അപ്പൊ ആ സബ് നമ്മുടെ സ്പാമായി പോകുന്നതുമായിരിക്കില്ല. ഈ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായത് ഈ കള്ളത്തരം കാണിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ സബ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ തീരുമാനമാണ്. അതുപോലെ നമുക്ക് ആ ഒരു കബളിക്കപ്പെടാതിരിക്കാനും കബളിക്കപ്പെട്ടതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മാർഗവും കൂടിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കേണ്ടതില്ല. അവർ നമ്മുടെ വീഡിയോന്റെ ലിങ്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവർ അത്രയും മിനിറ്റ് കാണുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെയും അതുപോലെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത് സത്യസന്ധമാണോ എന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണെന്ന്. അപ്പൊ ഇത് നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ സുഹൃത്തിന് അഥവാ ആ സുഹൃത്ത് മറന്നിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിയിലാണോ എന്ന് തീർച്ചയായിട്ടും പിന്നീട് വന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീണ്ടും അതുപോലെ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം. അപ്പൊ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ഇതുപോലെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ് ചെയ്യാം, അതുപോലെ സബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമാണെന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ അയക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യകത വരുന്നതായിരിക്കും. അപ്പൊ ഈ കാര്യം മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല ടിപ്സും അതുപോലെ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് വന്നിട്ട് എനിക്ക് സബ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അവരുടെ വീഡിയോ 2 മിനിറ്റിൽ കൂടുതൽ കാണുകയും സബ് ചെയ്തിട്ടുണ്ട് ആയിട്ട് അയക്കുകയും തുടർന്ന് അവർ എൻ്റെ വീഡിയോ കണ്ടു എന്നുള്ള ഒരു പ്രൊഫൈൽ അതായത് വീഡിയോ ഫോട്ടോ എടുത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് എത്ര മിനിറ്റ് കണ്ടു ചോദിച്ചപ്പോൾ 4 മിനിറ്റ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല എൻ്റെ പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രൂഫ് അയച്ചു. 1 മിനിറ്റ് മാത്രമേ കണ്ടിട്ടുള്ള ഒരു പ്രൂഫ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ കണ്ടതാണ് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ തുടർന്നും കാണണം അല്ലെങ്കിൽ സബ് ഫാം ആവും എന്നെല്ലാം അവരോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ആ ഒരു പ്രൂഫിലേക്ക് പോകാം, എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. എന്നതിന് ശേഷം നമുക്ക് ആ വീഡിയോ എടുക്കണം. ആ സുഹൃത്ത് നമുക്ക് വാട്സപ്പ് വഴി അയച്ചു തരുന്ന ഏത് വീഡിയോ ആണോ ആ വീഡിയോ നമുക്ക് എടുക്കണം. അതിൽ പോയ ശേഷമാണ് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഹൗ ടു ഷൂട്ട് യൂട്യൂബ് വീഡിയോ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ നമുക്ക് ഗോ ടു അനാലിറ്റിക്സ് എന്നുള്ളതിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വാച്ച് ടൈം മിനിറ്റ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ലാസ്റ്റ് 28 ഡേയ്സ് എന്നുള്ളത്.
അപ്പൊ ഈ ഒരു സംഭവത്തിലാണ് കാണുന്നത്. ഞാൻ ഒന്നും കൂടി റിട്ടേൺ ബാക്ക് പോയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ലാസ്റ്റ് 28 ഡേയ്സ് എന്ന് കാണാൻ കഴിയും. അതിൽ നമ്മൾ റിയൽ ടൈം 60 മിനിറ്റ്സ് എന്ന് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ആ ഒരു ടൈമിൽ കണ്ട വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 1 മിനിറ്റ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈമിലാണ് കണ്ടത് എന്നുകൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ 7:50 എന്നുള്ള ടൈം PM-ലാണ് കണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം ആ ഒരു സുഹൃത്തിന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുകയും ഇത്രയും നിങ്ങൾ കണ്ടിട്ടുള്ളൂ, തുടർന്നും കാണുക, അല്ലെങ്കിൽ സബ് സ്പാം ആകും എന്നെല്ലാം പറഞ്ഞ് നമുക്ക് അയക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലെ നല്ലൊരു ടിപ്സുമായിട്ട് അടുത്തത് വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.